ലോകകപ്പ് ചരിത്രത്തിൽ മോശം പ്രകടനങ്ങളുടെ കഥകൾ ഏറെയുണ്ട്. എന്നാൽ ഒരു ടീം മത്സര പരാജയത്തെക്കാൾ ഡ്രസ്സിംഗ് റൂമിലെ തർക്കങ്ങളിലും അച്ചടക്ക പ്രശ്നങ്ങളും കാരണം തകർന്നടിഞ്ഞ സംഭവങ്ങൾ വിരളമാണ്. അത്തരത്തിൽ ലോക ഫുട്ബോളിനെ ഞെട്ടിച്ച അധ്യായമാണ് 2010 ദക്ഷിണാഫ്രിക്ക ലോകകപ്പിൽ ഫ്രാൻസ് അനുഭവിച്ച പ്രതിസന്ധി. ഫ്രഞ്ച് ജനതയോ ഫുട്ബോൾ ആരാധകരോ ഒരിക്കലും ആഗ്രഹിക്കാത്ത തരത്തിലായിരുന്നു അന്ന് ഫ്രാൻസ് ലോകകപ്പിൽ നിന്ന് പുറത്തായത്. 2006 ലോകകപ്പിൽ സിനദിൻ സിദാൻ നയിച്ച ഫ്രാൻസ് ഫൈനൽ വരെ എത്തിയിരുന്നു. അതിനാൽ 2010 ലോകകപ്പിൽ ഫ്രഞ്ച് ടീമിൽ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. എന്നാൽ യോഗ്യതാ മത്സരങ്ങളിൽ തന്നെ ടീമിന്റെ പ്രകടനം സ്ഥിരതയില്ലാത്തതായിരുന്നു. വിവാദമായ പ്ലേ ഓഫ് മത്സരത്തിൽ തിയറി ഹെൻറിയുടെ ഹാൻഡ്ബോൾ സംഭവത്തിന് പിന്നാലെയാണ് ഫ്രാൻസ് ലോകകപ്പിന് യോഗ്യത നേടിയത്. അതുകൊണ്ട് തന്നെ പരിശീലകൻ റെയ്മണ്ട് ഡൊമനക്കിന്റെ നേതൃത്വത്തിലുള്ള ടീമിന് തുടക്കത്തിൽ തന്നെ സമ്മർദ്ദമുണ്ടായിരുന്നു. ഗ്രൂപ്പ് എയിൽ ഉറുഗ്വേ, മെക്സിക്കോ, ദക്ഷിണാഫ്രിക്ക എന്നിവർക്കൊപ്പമായിരുന്നു ഫ്രാൻസ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഉറുഗ്വയോട് ഗോൾ രഹിത സമനില വഴങ്ങി. രണ്ടാം മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് മെക്സിക്കോയോട് തോറ്റു. അവിടെ മുതലാണ് ടീം ആടിയുലയാൻ തുടങ്ങിയത്. കളിക്കളത്തിലെ പരാജയം ഡ്രസ്സിംഗ് റൂമിലും പൊട്ടിത്തെറി ഉണ്ടാക്കി. മെക്സിക്കോയ്ക്കെതിരായ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ സ്ട്രൈക്കർ നിക്കോളാസ് അനൽക്കയെ ഡൊമനക് പിൻവലിച്ചു. തീരുമാനത്തിൽ കുപിതനായ അനൽക്ക ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഡൊമനക്കിനോട് മോശമായി പെരുമാറിയെന്നും അസഭ്യം പറഞ്ഞുവെന്നും ആരോപണമുയർന്നു. എന്നാൽ ഡൊമനക്കിനോട് ഖേദം പ്രകടിപ്പിക്കാനോ മാപ്പ് പറയാനോ അനൽക്ക തയ്യാറായില്ല. പിന്നാലെ ഫെഡറേഷൻ അനൽക്കയെ ലോകകപ്പ് ടീമിൽ നിന്ന് പുറത്താക്കി. താൻ മോശമായെന്നും പറഞ്ഞിട്ടില്ലെന്ന് അനൽക്ക മാധ്യമങ്ങളോട് പ്രതികരിച്ചെങ്കിലും ഡൊമനക്കിനോട് മാപ്പ് പറയാൻ താരം തയ്യാറായില്ല. പ്രശ്നം അവിടം കൊണ്ട് തീരുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ അനൽക്കയെ തിരിച്ചു വിളിച്ച ഫെഡറേഷന്റെ തീരുമാനം ഫ്രഞ്ച് ടീമിൽ കലാപക്കൊടി ഉയർത്തി. ടീം അംഗങ്ങൾ ഒന്നടങ്കം പ്രതിഷേധിച്ചു. പരിശീലനത്തിനിടെ ക്യാപ്റ്റൻ പാട്രിസ് എവ്രയും ഫിറ്റ്നസ് കോച്ച് റോബർട്ട് ഡുവർണയും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. സംഘർഷാവസ്ഥയിൽ ടീമിന്റെ പരിശീലനം മുടങ്ങി. എവ്രയും ഡുവർണയെയും മാറ്റി നിർത്തിയിട്ടും പ്രശ്നം തീർന്നില്ല. അനൽക്കയെ ഒഴിവാക്കിയ ഫെഡറേഷൻ തീരുമാനത്തിൽ എല്ലാ കളിക്കാരും പ്രതിഷേധിക്കുന്നതായി അറിയിച്ചുകൊണ്ട് കത്ത് കൈമാറി. ഫെഡറേഷനും കോച്ചും കളിക്കാരും പലതട്ടിലായി. ടീം പരിശീലനം ബഹിഷ്കരിച്ചു. ലോകകപ്പിനിടെ ഒരു ടീം പരിശീലനം ബഹിഷ്കരിക്കുന്നത് അസാധാരണമായിരുന്നു. അതോടെ ഫ്രാൻസിന്റെ പ്രതീക്ഷകളും കെട്ടടങ്ങി. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയോട് 2-1 ഗോളിന് തോറ്റ് പോയിന്റ് പട്ടികയിലെ അവസാന സ്ഥാനക്കാരായി ഫ്രാൻസ് പുറത്തായി. 2006 ഫൈനലിസ്റ്റുകളിൽ നിന്ന് 4 വർഷത്തിനിപ്പുറം ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താകുന്ന ടീമായി ഫ്രാൻസ് മാറി. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ഫ്രഞ്ച് ടീമിനെ കാത്തിരുന്നത് ഫെഡറേഷൻ വക അച്ചടക്ക നടപടികളായിരുന്നു. ലോകകപ്പ് സ്ക്വാഡിനെ അടുത്ത ഫിക്സറിൽ നിന്നുള്ള മത്സരങ്ങളിൽ നിന്നെല്ലാം വിലക്കി. കലാപത്തിന് കാരണക്കാരായ 5 താരങ്ങൾക്ക് വിലക്കുൾപ്പെടെ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വന്നു. 2 ലോകകപ്പുകളിൽ ഫ്രഞ്ച് ടീമിനെ പരിശീലിപ്പിച്ച ഡൊമനക്കിനെ പുറത്താക്കി. പകരം ലോറന്റ് ബ്ലാങ്കിനെ പരിശീലകനാക്കി. ലോകകപ്പിലെ മോശം പ്രകടനത്തിന് രാജ്യത്തെ ജനതയോട് ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷന് ക്ഷമയും പറയേണ്ടി വന്നു. പിന്നീട് യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകി ദേശീയ ടീമിനെ വാർത്തെടുത്തു. 8 വർഷങ്ങൾക്ക് ഇപ്പുറം 2018 വിശ്വകിരീടം ചൂടിയാണ് ഫ്രാൻസ് പ്രതിസന്ധിയുടെ ഭൂതകാലത്തെ മറികടന്നത്. ഖത്തർ ലോകകപ്പിലെ ടീം ഫൈനലിൽ എത്തി.